ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നതിൻ്റെ കുറച്ച് രസകരമായ കാഴ്ചകളാണ് ഇതിലുള്ളത്. കാരണം നമ്മൾ വെള്ളിയാഴ്ചയാണ് ബാംഗ്ലൂരിൽ നിന്ന് വരാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി. പിന്നെ ബസ്സിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 ഇരട്ടിയൊക്കെയാണ് ബസ്സിൻ്റെ ടിക്കറ്റ് റേറ്റ്. അങ്ങനെ ട്രെയിൻ നോക്കി, അപ്പോൾ പിന്നെ ട്രെയിനിലും ടിക്കറ്റ് ഉണ്ടാവില്ല. ആക്ച്വലി ഒരാഴ്ച മുന്നൊക്കെ ട്രെയിൻ ബുക്ക് ചെയ്യണം. അങ്ങനെ ശനിയാഴ്ച രാവിലത്തെ ട്രെയിനിന് തിരക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ജനറലിൽ കയറി വരാമെന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ ലാസ്റ്റ് പിന്നെ വിചാരിച്ചു രാവിലെ കർമ്മൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ട്രെയിൻ വന്നപ്പോൾ കാല് കുത്താൻ സ്ഥലമില്ല. അങ്ങനെ ഏകദേശം അറൗണ്ട് കോയമ്പത്തൂർ പാലക്കാട് എത്തണ വരെ ഈ സെയിം തിരക്കായിരുന്നു. നിൽക്കാൻ കാല് കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ബസ് നോക്കി. ബസ് മുന്നേ നോക്കിയിട്ട് ബസ്സിൻ്റെ റേറ്റൊക്കെ ഏകദേശം 4000, 5000 ആ റേറ്റാണ്. എന്നിട്ടും അവർ സേഫ്റ്റി എന്ന് പറയാനായിട്ട് ഒട്ടും സേഫ്റ്റി ഉണ്ടാവില്ല. പിന്നെ ട്രെയിനിൽ വാതിക്കൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അവസാനം നാട്ടിലെത്തി പിന്നെ നമ്മളൊരു ഓട്ടോറിക്ഷയും വിളിച്ച് നമ്മൾ നേരെ വീട്ടിലും പോയി. അങ്ങനെയാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ വീക്കെൻഡിലായിരുന്നു നമ്മൾ വന്നത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കുറേ സീറ്റിൽ നിന്ന് ഇരുന്നത്, അതായത് ഓട്ടോറിക്ഷയുടെ സീറ്റിലായിപ്പോയി എന്ന് മാത്രം. അങ്ങനെ നമ്മൾ നാടെത്തി. പിന്നെ കുറച്ച് ഈ ബസ്സുകാരെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു മനോരമ ന്യൂസിൽ. അത് നിങ്ങൾ കേട്ട് നോക്കും. ഹെഡ്ലൈറ്റ് ഇല്ല, വൈപ്പർ ഇല്ല, ഫോണില്ല, ഡ്രൈവറിന് ഹെൽപ്പറായിട്ട് ആരും ഇല്ല, കോ ഡ്രൈവർ ഇല്ല, ഒന്നുമില്ല. ഫ്രണ്ടിൽ ഒരു ആംബുലൻസിൻ്റെ എസ്കോർട്ടോടെ